ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഉത്രാടപ്പാച്ചിലും ദേ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓണാഘോഷത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓണാഘോഷത്തിന് വേറിട്ട നിറപ്പകിട്ടേകി വയനാട് സുൽത്താൻ ബത്തേരി ഇരുളത്തെ മെഗാ പൂക്കളം കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ 25,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. ഇരുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 200-ലേറെ പേർ ഒത്തുചേർന്നാണ് ഈ പൂക്കളം ഒരുക്കിയത്. ഇരുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇത്തരത്തിലൊരു ഭീമൻ പൂക്കളം വിസ്മയം ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എത്തി ഇട്ട പൂക്കളമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു പൂക്കളം. എതിർഭാഗത്ത് ഒരു ഭാഗത്ത് മഹാബലിയുണ്ട്. തൊട്ടിപ്പുറത്തായി ഇരുളംകാരുടെ പ്രിയപ്പെട്ട മണിയനാനയുടെ സ്മരണാർത്ഥം മണിയനാനയെ പൂക്കളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പൂക്കളമാണ് ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളത്. 25,000 ചതുരശ്ര അടിയിൽ 10 ടൺ പൂക്കൾ എത്തിച്ചാണ് പൂക്കളം ഇവിടെ ഒരുക്കിയത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഒരു പൂന്തോട്ടം ഒന്നാകെ തന്നെ വിൽപ്പനയ്ക്കെടുത്ത പൂക്കളാണ്. ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം പൂക്കളം ഇട്ടതിന് ഡിസൈനർ അടക്കമുള്ള ആളുകളുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുളത്തൊരു ആഘോഷത്തിൽ എപ്പോഴും നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മണിയൻ്റെ ഓർമ്മകൾ തന്നെയാണ്. ഇരുളത്തിൻ്റെ മണിയൻ എന്നാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുക തന്നെ. അപ്പോൾ ഇരുളത്തിൻ്റെ മണിയൻ്റെ ഒരു സ്മരണാർത്ഥം നമ്മൾ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അതിന് പ്രകാരമാണ് നമ്മൾ ഇത്രയും വലിയൊരു പൂക്കളവും കാര്യങ്ങളും എല്ലാം ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഒരുപാട് സംഘടനകളും ലയൺസ് ക്ലബിൻ്റെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. ലയൺസ് ക്ലബിലുണ്ടായിരുന്നു, പിന്നെ മറ്റുള്ള സാംസ്കാരിക സംഘടനകളുടെ, ക്ലബ്ബുകളുടെ, പഞ്ചായത്തിൻ്റെ എല്ലാ ആളുകളുടെയും. രാത്രി ഇവിടെ തന്നെയായിരുന്നോ? ഇന്നലെ രാത്രി ഉറങ്ങിയില്ല? കണ്ടൊക്കെ 2 ദിവസമായിട്ട് ഇവിടെ തന്നെയായിരുന്നു. രാത്രിയും പകലും കൊല്ല നല്ല അധ്വാനമായിരുന്നു. ഇത്തവണ ഇരുളത്ത് ഓണം എന്നാണ് ഇവർ പറയുന്നത്. അതനുസരിച്ച് ഓണത്തിന്റെ ആഘോഷങ്ങൾ കെങ്കേയമാക്കുന്നതിന്റെ ഭാഗമായാണ് പൂക്കളം, ഒരു ഭീമൻ പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. കുടുംബശ്രീയുടെ ഭാഗത്തുനിന്നൊക്കെ സഹായമുണ്ട്. ഉണ്ട്. എല്ലാ ആളുകളും, കുടുംബശ്രീ പ്രവർത്തകരും, ഈ നാട്ടിലെ മുഴുവൻ യുവാക്കൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അവരൊരു എഫേർട്ട് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറയുന്നോളം ഉറക്കമില്ലാണ്ട് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിന്റെ ഭാഗമായിട്ട് വന്നത് നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ചേച്ചിമാര്, അമ്മമാര് ഇവിടുന്ന് വരാൻ പറ്റാത്ത ഒരു വീടുകളിലേക്ക് പൂ കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് പൂ ഒരുക്കി തരുന്നതൊക്കെ നമുക്ക് വലിയ ഒരു ആത്മവിശ്വാസമായിരുന്നു നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. 10 ടണ്ണോളം പൂക്കൾ എത്തിച്ചു എന്ന് പറയുന്നു. ഈ ബ്രൗൺ നിറത്തിലൊക്കെ കാണുന്നൊക്കെ കാപ്പിത്തൊണ്ടും ബാക്കി പച്ചയൊക്കെ തീറ്റപ്പുല്ലൊക്കെയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാ അതിൻ്റെയൊക്കെ ഒരു ഒരുക്കം? അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ? ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് കളർ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷൻ വന്നിരുന്നു. അപ്പം ഇത്രയും വലിയൊരു ഭീമമായ പൂക്കളം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ബാക്ക് പ്ലാനും വേണമായിരുന്നു. അപ്പം നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട്, കമന്റ് FC എന്ന് പറയുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരടക്കമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെയും കൂടി സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പൂക്കൾ, ഇത്രയും വലിയ വിപുലമായ പൂക്കളവും അവരുടെ കുറേ ഐഡിയാസും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇന്നും നാളെയും പൂക്കളം ആളുകൾക്കായി തുറന്നു കൊടുക്കും. പിന്നെ കൂടുതൽ കലാമത്സരങ്ങളുണ്ടോ? എങ്ങനെയാണ്? അതെ. ഇന്നും നാളെയായിട്ട് പൂക്കളം തുറന്നു കൊടുക്കും. പിന്നെ 27-ാം തീയതിയാണ് ശരിക്കും ഇരുളത്താണ് ഓണത്തിൻ്റെ സാംസ്കാരിക ഘോഷയാത്രയും അന്ന് തന്നെ സാംസ്കാരിക സമ്മേളനവും, അതായത് സാംസ്കാരിക നായകന്മാരടക്കം പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും അന്ന് തന്നെ ഉണ്ട്. ഇരുളത്താണ് ഇത്തവണ ഓണം. അതിന്റെ ഭാഗമായി നിരവധി കലാകായിക മത്സരങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ചേർന്ന ഈ ഭീമൻ പൂക്കളം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇരുളത്തിന്റെ ഓണാശംസകൾ നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ, റിപ്പോർട്ടർ വയനാട്.